Dear students, welcome to our first module, Basics of Economics. Let us start with an introduction. The term economics is derived from the Greek word oikonomia, which means household management. In early days, the term political economy was used to represent the field of social science, which is now popularly known as economics. In fact, the Indian scholar and philosopher Chanakya, in his famous book Arthashastra, has examined both kinds of activities, that is, economics and political. And the Greek philosopher Aristotle had used the term economics to mean the management of family and the state. Alfred Marshall was the first to use the term economics in 1890 in his famous work Principles of Economics instead of Political Economy. Economics as a scientific branch of analysis was developed largely by the efforts of Adam Smith with the publication of his famous work An Enquiry into the Nature and Causes of Wealth of Nations, or more popularly known as Wealth of Nations, which was published in the year 1776. ഞാൻ ഇതിൻ്റെ ഐഡിയ ഒന്ന് മലയാളം ലാംഗ്വേജിലും കൂടെ പറയുന്നത് നല്ലതായിരിക്കും. ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗൃഹഭരണം എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്ന സാമൂഹ്യശാസ്ത്രം ആദ്യകാലത്ത് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫേമസ് ആയ ഇന്ത്യൻ സ്കോളറും ഫിലോസഫറും ആയിരുന്ന ചാണക്യ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായിട്ടുള്ള അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിൽ ഇക്കണോമിക് ആയിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിലും അദ്ദേഹം ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് ഫാമിലി ആൻഡ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇക്കണോമിക്സ് എന്ന പദം യൂസ് ചെയ്തിരുന്നത്. ആൽഫ്രഡ് മാർഷലാണ് ആദ്യമായി 1890 അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കായിരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സിൽ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്ന ആ ഒരു ടേമിന് പകരമായി ഇക്കണോമിക്സ് എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത്. 1776 പ്രസിദ്ധീകരിച്ച ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്രത്തെ ഒരു ശാസ്ത്രീയ വിശകലന ശാഖയായി ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇക്കണോമിക്സ് എന്ന് പറയുന്ന ശാഖയായി മാറ്റിയിരിക്കുന്നത്. Next, we are going to discuss about the different definitions of economics. There are many definitions of economics. The definitions of economics are broadly classified into 4. They are wealth definition, welfare definition, scarcity definition, and growth definition. സാമ്പത്തിക ശാസ്ത്രത്തിന് വളരെയധികം നിർവചനങ്ങളുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനങ്ങളെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നിങ്ങനെയാണ് അത്.
ആദ്യമായിട്ട് നമുക്ക് വെൽത്ത് ഡെഫിനിഷൻ എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. First of all, the wealth definition, which was put forward by Adam Smith. According to Adam Smith, economics is an inquiry into the nature and causes of wealth of nations. ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രങ്ങളുടെ ധനത്തിന്റെ പ്രകൃതത്തെയും കാരണങ്ങളെയും കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് സാമ്പത്തിക ശാസ്ത്രം. Here you can see that Smith defined economics only in terms of wealth and not in terms of human welfare. ഈ ഒരു ഡെഫിനിഷനെ നമ്മൾ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു ഡെഫിനിഷനിൽ ആഡം സ്മിത്ത് വെൽത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇക്കണോമിക്സ് ഇസ് എൻ ഇൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത് തന്നെ. Then the second definition by Alfred Marshall. Second one is welfare definition, which was put forward by the famous economist Alfred Marshall. According to Alfred Marshall, political economy or economics is a study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with the attainment and with the use of material requisites of well-being. Thus, it is on the one side a study of wealth and on the other and more important side a part of the study of man. ആദ്യത്തെ ഡെഫിനിഷൻ ആയിരുന്ന വെൽത്ത് ഡെഫിനിഷന്റെ മെയിൻ ഡ്രോബാക്ക് ആയി നമ്മൾ പറഞ്ഞു. ആ ഒരു ഡെഫിനിഷനിൽ ആഡം സ്മിത്ത് വെൽത്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചൊന്നും തന്നെ ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടില്ല. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആൽഫ്രഡ് മാർഷലിന്റെ വെൽഫെയർ ഡെഫിനിഷൻ. അദ്ദേഹം എങ്ങനെയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഇക്കോണമി അഥവാ സാമ്പത്തിക ശാസ്ത്രം മനുഷ്യ സമൂഹത്തിന്റെ സാധാരണ ഇടപെടലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ക്ഷേമത്തിനാവശ്യമായ ഭൗതിക വസ്തുക്കളുടെ സമാഹരണവും വിനിയോഗവുമായും ബന്ധപ്പെട്ട വ്യക്തിഗതവും കൂട്ടായുള്ളതുമായ പ്രവർത്തനങ്ങളെ അത് പരിശോധിക്കുന്നു. ഒരു ഭാഗത്ത് അത് ധനത്തെക്കുറിച്ചുള്ള പഠനമാണ്, എന്നാൽ കൂടുതൽ പ്രാധാന്യമുള്ള മറുഭാഗത്ത് അത് മനുഷ്യനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. This definition of economics is superior to the one given by Adam Smith, but this definition does not provide true information with regard to the nature of economic activities. ഈ ഒരു ഡെഫിനിഷനിൽ ആൽഫ്രഡ് മാർഷൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജനങ്ങളുടെ മെറ്റീരിയൽ വെൽബീയിങ്ങിനാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ഡെഫിനിഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ വെൽത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ സാധാരണ ഇടപെടലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. സാധാരണ ഇടപെടലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മണി ഏർണിംഗ് ആൻഡ് മണി സ്പെൻഡിങ് ആക്ടിവിറ്റീസ്. സോ ഈ ഒരു ഡെഫിനിഷന്റെ ഒരു സൈഡിൽ നമുക്ക് പറയാം വെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ് ജനങ്ങളുടെ വെൽബീയിങ്ങിനെ കുറിച്ചിട്ടും ഈ ഒരു ഡെഫിനിഷൻ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് വെൽത്ത് ഡെഫിനിഷനേക്കാളും മികച്ച ഒരു ഡെഫിനിഷനായിട്ട് വെൽഫെയർ ഡെഫിനിഷനെ നോക്കിക്കാണാം. ബട്ട് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദിസ് ഡെഫിനിഷൻ ഈസ് ദാറ്റ്
Here, Marshall considered only material things, but immaterial things such as services of a doctor, a teacher, and so on also promote welfare of the people. ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഡെഫിനിഷനിൽ ആൽഫ്രഡ് മാർഷൽ വെൽഫെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മെറ്റീരിയൽ ആയിട്ടുള്ള വെൽഫെയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇമ്മെറ്റീരിയൽ തിങ്സും ഒരു സർവീസ് ജനങ്ങളുടെ വെൽഫെയറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ഡെഫിനിഷനിൽ അദ്ദേഹം പറയുന്നില്ല. കൂടുതലായിട്ടും അദ്ദേഹം ഫോക്കസ് കൊടുക്കുന്ന മെറ്റീരിയൽ തിങ്സിനാണ്. അതുപോലെ നാച്ചർ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ വെൽഫെയർ ഡെഫിനിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. Thirdly, the scarcity definition of Lionel Robbins. The most generally accepted definition of economics is that of Lionel Robbins. According to Robbins, economics is the science which studies human behavior as a relation between ends and scarce means which have alternative uses. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലയണൽ റോബിൻസിന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ലയണൽ റോബിൻസ് നൽകിയ നിർവചനമാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായത്. ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള ലിമിറ്റഡ് റിസോഴ്സസും ഹ്യൂമൻ വാണ്ട്സും തമ്മിലുള്ള ബന്ധമെന്ന നിലയ്ക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമായിട്ടാണ് ലയണൽ റോബിൻസ് സാമ്പത്തിക ശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു ഡെഫിനിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Ends implies wants and scarce means which implies the limited resources. The three important postulates of the scarcity definition are the following. First one, human wants are unlimited. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും എമേർജ് ചെയ്തു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 തത്വങ്ങൾ ആണ് അടുത്തത് നമ്മൾ പറയുന്നത്. ആദ്യത്തെ തത്വമായി നമ്മൾ പറയുന്നതാണ് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. When one want is satisfied, another crops up. If man's wants are limited, then no economic problem would have arisen. നമുക്കറിയാം, മനുഷ്യന്റെ ഒരാവശ്യം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ആവശ്യം അവിടെ എമേർജ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. ആ ആവശ്യവും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരു ആവശ്യം അവിടെ എമേർജ് ചെയ്ത് വരും. ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ അതാണ്, ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. നമുക്കൊരു സ്റ്റുഡൻറ്റിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. എസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു പുതിയൊരു ബുക്ക് വാങ്ങണം, അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫിലിമിന് പോകണം. ആദ്യത്തെ ആവശ്യം ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമുക്കൊരു ബുക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ പൈസ ഒക്കെ കൂട്ടി വെച്ച് നമ്മളൊരു ബുക്ക് വാങ്ങുന്നു. ആ ബുക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം അവിടെ എമേർജ് ചെയ്യാണ്. നമ്മളുടെ ഒരു ആവശ്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ അടുത്തത് നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫിലിം കാണാൻ പോകാന്നുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ആവശ്യം അടുത്തതായിട്ട് എമേർജ് ചെയ്തു വന്നു. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പൈസ ഒക്കെ ഉണ്ടാക്കി ഒരു ഫിലിമിന് കാണാൻ പോകുന്നു. ദെൻ അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത ആവശ്യം എമേർജ് ചെയ്യാണ്. അടുത്ത ആവശ്യം എന്തോ ആവാം, ഡിപ്പെൻസ് ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരെന്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അടുത്ത ആവശ്യം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം,
എമേർജ് ചെയ്ത് വരും. ഇപ്പൊ ഒരു ബുക്ക് വാങ്ങി ഒരു ഫിലിമിന് പോയി, then അടുത്ത ആവശ്യം ചിലപ്പോൾ ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ളതായിരിക്കും. അപ്പൊ അവിടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റി കഴിയുമ്പോൾ അടുത്ത ആവശ്യം ഇങ്ങനെ എമേർജ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. ദെൻ സെക്കൻഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. Resources are limited in relation to human wants. If resources were unlimited, then again no economic problem would have arisen. Since resources are limited, all human wants cannot be satisfied. So നമ്മളുടെ ഓരോ വോണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മളുടെ വോൺസ് അൺലിമിറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡന്റിനെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ആ സെയിം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഈ പറഞ്ഞ വോൺസ്, ഒരു ബുക്ക് വാങ്ങണം, അതുപോലെ ഒരു ഫിലിമിന് പോകണം, ആ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള മണിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇൻകമാണ്. ആ മണി യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ. അപ്പോൾ വോൺസ് അൺലിമിറ്റഡ് ആയിട്ട് അവിടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് അതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്നില്ല. അതാണ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മളുടെ കയ്യിലുള്ള പൈസ ലിമിറ്റഡ് ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് വേണം ഓരോ വോണ്ടും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ. Then third one, resources have alternative uses. Alternative uses means more than one use. റിസോഴ്സസിന് ഒന്നിൽ കൂടുതൽ യൂസസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ ഉണ്ട്. Since resources can be used for many purposes, problem of allocation arises. റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസോഴ്സസിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്ന പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. മാത്രമല്ല ഈ ഒരു റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ഇൻകം ലിമിറ്റഡ് ആണ്. ആ ഇൻകത്തിന് ഡിഫറെന്റ് യൂസസ് ഉണ്ട്. ആ ഒരു ഇൻകം വെച്ചുകൊണ്ട് വേണം നമുക്ക് എക്സാമിനേഷൻ ഫീ പേ ചെയ്യാൻ, അഡ്മിഷൻ എടുക്കാൻ, ബുക്സ് വാങ്ങാൻ, ഒരു എന്റർടൈൻമെന്റിന് പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് യൂസസ് ഈ റിസോഴ്സസിനുണ്ട്. അതുപോലെ ഒരു നാഷനെ വെച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നാഷന്റെ റിസോഴ്സസ് എന്തൊക്കെയാവാം? ലേബർ, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു നാഷന്. ആ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നാഷനിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. Simply, a resource is a source or supply from which a benefit is produced and that has some utility. ഒരു നാഷനെ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ലേബർ, നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സോയിൽ, വാട്ടർ, അതൊക്കെ ഒരു നാഷന്റെ റിസോഴ്സസ് ആണ്. അതുപോലെ റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, വി നോ ദാറ്റ് ദ ആൾട്ടർനേറ്റീവ് യൂസസ് ലാൻഡ്. It can be used to grow crops and it can be used to build school. ഒരു നാഷനെ വെച്ചുകൊണ്ട് നമ്മൾ പറയാണ്, ലാൻഡ് ഒരു നാഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അറ്റ് ദ സെയിം ടൈം ലാൻഡ് ലിമിറ്റഡ് ആണ്. മാത്രമല്ല ആ ഒരു ലാൻഡിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആ ഒരു ലാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം, അല്ല എങ്കിൽ ആ ഒരു ലാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് പണിയാം, ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാം. അതാണ് നമ്മൾ പറയുന്നത് റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്കേഴ്സിറ്റി ഡെഫിനേഷനിൽ നിന്നും എമേർജ് ചെയ്ത് വന്ന ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഐഡിയയാണ് പ്രധാനമായിട്ട് മൂന്നെണ്ണം വരുന്നത്. ഫസ്റ്റ് വൺ, ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. Second one, resources are limited. And finally, resources have alternative uses. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലയണൽ റോബിൻസ് എങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത്,
ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള ലിമിറ്റഡ് റിസോഴ്സസും മനുഷ്യന്റെ അൺലിമിറ്റഡ് വോൺസും തമ്മിലുള്ള ബന്ധമെന്ന നിലയ്ക്ക് മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡെഫിനിഷനെയാണ് നമ്മൾ സിംപ്ലി സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. This definition explains the true nature of economic activities. At the same time, the scarcity definition only discussed about the problems of present generation, not anything about the future generation. Hence, the definition suffers with the problem of economic growth. ഈ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇക്കണോമിക് ആക്ടിവിറ്റീസിന്റെ നാച്ചുറലിനെ കുറിച്ചിട്ട് ക്ലിയർ കട്ട് ആയിട്ട് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു പ്രസന്റ് ജനറേഷന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് പോകുന്നത്. ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ച് ഒന്നും തന്നെ ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ഡെഫിനിഷന്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നത്. Then the fourth definition, the growth definition, which was put forward by Paul Samuelson. According to Paul Samuelson, economics is the study of how men and society end up choosing with or without the use of money to employ scarce productive resources that could have alternative uses to produce various commodities and distribute them for consumption now or in the future among various people and groups in society. It analyzes the cost and benefits of improving patterns of resource allocation. It's going to be a very big definition, so keep your eyes and ears wide. പണം ഉപയോഗിച്ചോ അല്ലാതെയോ എങ്ങനെയാണ് വ്യക്തികളും സമൂഹവും ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള ലിമിറ്റഡ് റിസോഴ്സസ് വിവിധ തരം വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഉൽപാദനം കഴിഞ്ഞ വസ്തുക്കൾ ഉപഭോഗത്തിനായി ഇപ്പോഴോ ഭാവിയിലോ വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും വിഭവങ്ങളുടെ വിനിയോഗ രീതികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകളും നേട്ടങ്ങളും വിശകലനം നടത്തുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ ഇതുവരെ നോക്കിയതിൽ ഒരു വലിയൊരു ഡെഫിനിഷൻ തന്നെയാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷനിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷന്റെ മെയിൻ ഡ്രോബാക്ക് ആയി പറഞ്ഞതായിരുന്നു പ്രസന്റ് ജനറേഷന്റെ കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഒരു പ്രസന്റ് കൺസിഡറേഷൻ മാത്രമേ അതിൽ നടക്കുന്നുള്ളൂ. എന്നിരുന്നാൽ ഈ ഒരു ഗ്രോത്ത് ഡെഫിനിഷനിൽ നമ്മൾക്ക് പ്രസന്റ് ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡെഫിനിഷൻ പോൾ സാമുവൽസൺ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ റിസോഴ്സ് അലോക്കേഷനെ കുറിച്ചിട്ടും റിസോഴ്സ് അലോക്കേഷനിൽ നടത്തേണ്ട കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ടും ഈ ഒരു ഡെഫിനിഷനിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. As a whole, we can observe that this growth definition is the most comprehensive one. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിനായി നമ്മൾ 4 ഡെഫിനിഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തു വന്നത്. ആദ്യത്തെ ഡെഫിനിഷനായിട്ട് നമ്മൾ വെൽത്ത് ഡെഫിനിഷൻ പറഞ്ഞു. ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള An Enquiry into the Nature and Causes of Wealth of Nations 1776 ആ വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അതിൽ അദ്ദേഹം ഇക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഒരു സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽത്ത് ഡെഫിനിഷനിൽ അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് വെൽത്തിനെ കുറിച്ചിട്ടാണ്. വെൽത്തിനെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ്
എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഡെഫിനിഷൻ നമ്മൾ ആൽഫ്രഡ് മാർഷലിന്റെ വെൽഫെയർ ഡെഫിനിഷൻ ആണ് നോക്കിയത്. ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1890, ആ ഒരു വർക്കിൽ എങ്ങനെയാണ് ഇക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിക്കണ്ടത്. വെൽത്ത് ഡെഫിനിഷനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡെഫിനിഷനായിട്ട് നമുക്ക് വെൽഫെയർ ഡെഫിനിഷനെ നോക്കിക്കാണാം. അവിടെ ജനങ്ങളുടെ സാധാരണ ഇടപെടലുകളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മണി ഏർണിംഗ് ആൻഡ് മണി സ്പെൻഡിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ വെൽബീയിങ്ങിനെ കുറിച്ചിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു വെൽഫെയർ ഡെഫിനിഷൻ എന്ന പേര് കൂടെ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം മെയിൻ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹം മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽബീയിങ്ങിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ തേർഡ് ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ ലയണൽ റോബിൻസിന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് നോക്കിയത്. അദ്ദേഹം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആൻ എസ്സേ ഓൺ ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ് which was published in the 1932 എന്ന് പറയുന്ന ഇയറിൽ പബ്ലിഷ് ചെയ്ത ബുക്കിൽ ആണ് അദ്ദേഹം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിന്റെ നാച്ചുറിനെ കുറിച്ച് ക്ലിയർ കട്ടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു ഡെഫിനിഷനിൽ നിന്നും എമേർജ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് 3 പോസ്റ്റുലേറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ആൻഡ് ഫൈനലി റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ദെൻ ലാസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഗ്രോത്ത് ഡെഫിനിഷൻ ബൈ പോൾ സാമുവൽസൺ. വളരെ വലിയൊരു ഡെഫിനിഷനാണ്. അറ്റ് ദ സെയിം ടൈം എല്ലാ കാര്യങ്ങളും ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പ്രസന്റ് ജനറേഷനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനെയും അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നു. റിസോഴ്സസിന്റെ അലോക്കേഷൻ എങ്ങനെ വേണം, അവിടെ നമ്മൾ നടത്തേണ്ട കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ ഒരു ഗ്രോത്ത് ഡെഫിനിഷന്റെ ഇമ്പോർട്ടൻസ്. ഒരു കോംപ്രിഹെൻസീവ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഡെഫിനിഷനെ കൺസിഡർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സിൽ പ്രധാനമായും പറയാനുള്ളത്. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.